നമസ്കാരം. കേരള ബഡ്ജറ്റും മോദി മോഡലിനും ജനപ്രിയമായേക്കുമെന്നുള്ള ഒരു സന്തോഷ വാർത്ത ഈയിടയ്ക്ക് ഇന്നലെ മുതൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മധ്യവർഗത്തെ ആകർഷിക്കാനുള്ള പൊടിക്കൈകൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചനയിൽ പറയുന്നത്. വെള്ളിയാഴ്ച ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബഡ്ജറ്റിൽ വ്യാവസായിക നിക്ഷേപം ആകർഷിക്കാൻ കൂടുതൽ ഇളവും പ്രഖ്യാപിച്ചേക്കും എന്ന് പറയുന്നുണ്ട്. ഇന്ന് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അടുത്ത വർഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുൻനിർത്തി തന്നെയായിരിക്കും ക്ഷേമ പദ്ധതികൾ ഉണ്ടാകുന്നതെന്ന കാര്യം മുൻതൂക്കത്തിൽ പറയുന്നുണ്ട്. ക്ഷേമ പെൻഷൻ കിട്ടുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ചർച്ച നടത്തിയിട്ടുണ്ട്. 800 രൂപ കൂട്ടിയാലേ പ്രകടന പത്രിക വാഗ്ദാനമായി തന്നെ 2500 എത്തുള്ളൂ. ഇതിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധി തടസ്സമുണ്ട്. 200 രൂപയെങ്കിലും കൂട്ടിയേക്കുമെന്ന് പറയുന്നുണ്ട്. 2026 കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് എന്നത് മറക്കാൻ സാധിക്കാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ 2500 രൂപ ആക്കേണ്ട കാര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ 500 രൂപയെങ്കിലും കൂട്ടണമെന്ന അഭിപ്രായം CPM-ന്റെ പക്ഷത്തിൽ തന്നെ ഉണ്ട്. ഒപ്പം കുടിശ്ശികയും കൊടുത്തു തീർക്കണമെന്നാണ് അവരുടെ അഭ്യർത്ഥന. ഇതിലൂടെ തദ്ദേശത്തിൽ വോട്ടുറപ്പിക്കൽ എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. സാമ്പത്തിക പ്രതിസന്ധി വെല്ലുവിളിയാണ്. കേന്ദ്ര ബഡ്ജറ്റിൽ ആദായ നികുതി പരിധി ഉയർത്തിയത് കൊണ്ട് തന്നെ കേരള ബഡ്ജറ്റ് ജനപ്രിയമാക്കാൻ അത്തരത്തിൽ കയ്യടി കിട്ടുന്ന പ്രഖ്യാപനങ്ങൾ അനിവാര്യതയാണ്. മേക്ക് ഇൻ കേരളയും ബഡ്ജറ്റിൽ ശ്രദ്ധ നൽകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കിഫ്ബിക്ക് വരുമാനം കിട്ടുന്നതിലൂടെ പ്രഖ്യാപനങ്ങളുമായി ഉണ്ടാകും. വരുമാനത്തിൽ പൊതുസൗകര്യങ്ങളിൽ ഒതുക്കുന്നതിന് പകരം വാണിജ്യ മാതൃകയിലുള്ള IT പാർക്കുകൾ, വ്യവസായ പാർക്കുകൾ മുതലായവയ്ക്ക് മുൻഗണന നൽകാനാണ് ആലോചന കൂടുതൽ വയ്ക്കുന്നത്. റോഡ് ടോൾ പോലുള്ളവ ജനങ്ങൾക്ക് ബാധ്യതയുണ്ടാക്കുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനിടയില്ല എന്നും പറയുന്നുണ്ട്. വർഷങ്ങളായി കൂട്ടാത്ത ഫീസുകളും പിഴകളും ഇത്തവണയും വർദ്ധിപ്പിക്കും. വെള്ളിയാഴ്ച 9-നാണ് ബഡ്ജറ്റ് അവതരണം നടക്കുക. അതായത് നാളെ തന്നെ നടക്കും. സാമ്പത്തിക അവലോകന റിപ്പോർട്ടും അതിൽ സഭയിൽ വയ്ക്കുന്നുണ്ട്. സാമൂഹ്യ നേട്ടങ്ങളെ ഊട്ടിയുറപ്പിക്കുവാനും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ സ്ഥാപനങ്ങളെ നവീകരിക്കാനും അവിടുത്തെ നേട്ടങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ബഡ്ജറ്റിൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കാർഷിക മേഖലയിൽ ഉൽപാദന വളർച്ചയും കാലാവസ്ഥയും പ്രതിരോധനവും വർദ്ധിപ്പിക്കുകയും ശേഖരണ വിപണന സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക, മൂല്യവർദ്ധനം കൂടുതൽ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുക എന്നീ വിഷയങ്ങളിലാകും ഊന്നലെന്ന് പ്രതീക്ഷിക്കാം. കാർഷിക മേഖലയിൽ സഹകരണ ആസ്ഥാനത്തിലുള്ള ആഴത്തിലുള്ള ഇടപെടൽ ഉറപ്പുവരുത്താനുള്ള നടപടികളും പ്രതീക്ഷിക്കാം. വലിയ ഒരു വർധന തന്നെ കാർഷിക മേഖലയിൽ അടങ്കൽ തുകയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് സാധ്യത. മൃഗസംരക്ഷണം, ഡയറി, മത്സ്യബന്ധനം എന്നിവയിൽ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് കൂടുതൽ ഉൽപാദനത്തിനും നിക്ഷേപത്തിനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതിനാകും ബഡ്ജറ്റിൽ ഊന്നൽ. മത്സ്യത്തൊഴിലാളികൾക്കുള്ള സാമൂഹ്യ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും നടപടികൾ ഉണ്ടാകുമെന്നും സാധ്യതയിൽ പറയുന്നു. മുടങ്ങിയ ജലസേചന പദ്ധതികൾ തന്നെ പെട്ടെന്ന് പുനരുദ്ധീകരിച്ച് തന്നെ പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യാനുള്ള നടപടികളും പ്രതീക്ഷിക്കാം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും പ്രത്യേക പദ്ധതികൾ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആരോഗ്യം ആനന്ദം അകറ്റാൻ അർബുദം ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പിന്റെ ഭാഗമായി വരുന്ന ഒരു വർഷം കൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളിലെ ക്യാൻസർ രോഗസാധ്യത കണ്ടെത്തുന്നതിനും ആരംഭഘട്ടത്തിൽ തന്നെ അവർക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രോഗത്തെക്കുറിച്ചുള്ള അജ്ഞത, ചികിത്സാ ചെലവ് തുടങ്ങിയ നിരവധി കാരണങ്ങൾ പലരും നേരത്തെ രോഗസാധ്യത കണ്ടെത്തുന്നതിനും ചികിത്സ നേടുന്നതിനും തയ്യാറാകുന്നില്ല. കേരളം പോലൊരു സമൂഹത്തിൽ ഇതൊന്ന് ഗൗരവമായി കാണേണ്ട കാര്യമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ആരോഗ്യനിലയെക്കുറിച്ചുകൂടി മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം വാഗ്ദാനം പറയുന്നുണ്ട്.